നാടും നഗരവും സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ആവേശത്തിലാണ്. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്ത് സത്യപ്രതിജ്ഞ ചടങ്ങ് വേദിയിലാണുള്ളത്. 20 വർഷത്തെ LDF കുത്തക തകർത്ത് UDF ഭരണം നേടിയതിന്റെ സന്തോഷത്തിലാണ് UDF പ്രവർത്തകർ. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ദൃശ്യങ്ങളും ചടങ്ങിന് ശേഷമുള്ള ആളുകളുടെ പ്രതികരണവുമാണ് മാവൂർ മീഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട MK നദീറ എന്ന ഞാൻ നിയമാനുസരണവും നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂലും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധമായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് 19ാം വാർഡിൽ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാത്രമല്ല ഞാൻ 20 വർഷം മുമ്പ് ഞാൻ ഈ ചാത്തമംഗലം പഞ്ചായത്തിലെ ചാത്തമംഗലം വാർഡിൽ നിന്ന് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഏറ്റവും മുതിർന്ന അംഗം സത്യവാചകം ചെല്ലിക്കൊടുക്കാൻ നമുക്കുള്ള ഭാഗ്യം ഉണ്ടായത്. എന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത്. പിന്നെ ഇന്നത്തെ യോഗത്തില് പ്രഥമ യോഗത്തില് അധ്യക്ഷത വഹിക്കുന്നതും ഞാനാണ്. അതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. UDF ഭരണം 30 വർഷങ്ങളായിട്ട് UDF ഭരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതാണ് ചോദിക്കാനുള്ളത്. പൊതുവെ 10ഓളം സീറ്റിൽ മത്സരിച്ച് 9 സീറ്റാണ് മുസ്ലിം ലീഗ് നേടിയത്. അതേസമയം കോൺഗ്രസ് നേടിയത് 4 സീറ്റുമാണ്, 5 സീറ്റാണ്. അവർ 14 സീറ്റാണ് മത്സരിച്ചിട്ടുള്ളത്. UDF ഇത്രയും വലിയൊരു മുന്നേറ്റം നടത്തിയിട്ട് ലീഗിന് കിട്ടിയിരിക്കുന്ന ഈ അഭിമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലീഗ് പാർട്ടി പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലുടനീളം വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വളരെ വർഷങ്ങളായി ഇന്ത്യയിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും നേതൃത്വത്തിലേക്ക് വേണ്ടി കീഴ്ഘടകങ്ങളുടെ ശാക്തീകരണ പ്രവർത്തനം നടത്തുകയില്ല. എല്ലാ ഘടകങ്ങളും ഇന്ത്യക്ക് എല്ലാ പോഷക ഘടകങ്ങളെയും വളരെയേറെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ്, ശക്തരായ പ്രവർത്തനങ്ങളാണ് നടത്തി. അതിന്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലാ മുസ്ലിം കമ്മിറ്റി ഒരു വർഷം മുമ്പെടുത്ത തീരുമാനമാണ് പിന്നെ 500+, അതായത് നിലവിലുള്ള സീറ്റിനേക്കാൾ 300 സീറ്റുകളാണ്. അത് 500ന്റെ മുകളിലേക്ക് എത്തിക്കണമെന്ന് ടാർഗറ്റ് നടത്തിയിട്ടുണ്ട്. അത് വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് നടത്തി. അതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും വളരെ ശാസ്ത്രീയമായ പ്രവർത്തനം എല്ലാവരെയും ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമാക്കി അത് പ്രധാനമായും കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ടർ പട്ടികയിൽ പരമാവധി ആളുകളെ ചേർക്കുക, അതുപോലെ തന്നെ അനർഹരായിട്ടുള്ള ആളുകൾ ഒഴിവാക്കുക എന്നത്. അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്ത് ജില്ലയിൽ തന്നെ മുസ്ലിം പാർട്ടി ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ഷീണം ഇതൊന്നും അനുഭവിക്കണം. അതുപോലെ ചാത്തമംഗലം പഞ്ചായത്തിലെ ഒരു പ്രത്യേകമായ ഭൂപ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കിയാൽ പാർട്ടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2 കേന്ദ്രങ്ങളിലാണ് മുസ്ലിം ലീഗിന്റെ ശക്തിയും പ്രവർത്തകന്മാരും. ചില സ്ഥലങ്ങളിൽ ഇപ്പൊ കോഴിക്കോട്, വെള്ളൂര്, അതുപോലെ നെച്ചുളി ഭാഗങ്ങളിൽ നിന്നും മുസ്ലിം ലീഗ് കാര്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പൊതുവെ സമുദായത്തിലെ ആളുകൾ ചില സ്ഥലത്ത് ചെയ്തേയില്ല, ഒരു മുസ്ലിം ഇല്ലാത്ത പാടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ മുസ്ലിം ലീഗിന് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത കാലത്ത് സാധിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. എന്നാൽ പോലും മറ്റ് ബഹുജനങ്ങളിൽ ഇടയിൽ വലിയ സ്വാധീനവും വലിയ വിശ്വാസവും മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചു. അതിന് വലിയൊരു കാരണം ഈ കഴിഞ്ഞ മുസ്ലിം ലീഗ് 1988 അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്നതിന് ശേഷം ഫലപ്രദമായി പഞ്ചായത്തിലെ വികസന പ്രവർത്തനം നടത്താൻ മുസ്ലിം ലീഗിന് സാധിച്ചു. 1995 ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഈ പഞ്ചായത്തി രാജ് ആക്ഷൻ നൽകുന്നത്, ചെറിയ സ്ഥാനം നൽകുന്നത്. ആ സമയത്ത് കേരളത്തിലെ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളെ ഏറ്റവും മുന്നിട്ട് വയ്ക്കുന്ന പഞ്ചായത്ത് ഒന്നാം നമ്പർ പഞ്ചായത്ത് എന്ന് പറയാവുന്ന ചാത്തമംഗലം പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിരിക്കാൻ വളരെ സന്തോഷമുള്ളതാണ്. 5ാം വാർഡിൽ നിന്നും കോടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്.
പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ലീഡ് നേടിയ ഒരു സാരഥിയാണ് 1025 വോട്ടാണ് നേടിയിരിക്കുന്നത്. മാത്രമല്ല ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ കൂടെ നിന്ന് എൻ്റെ അണികൾക്കും എൻ്റെ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്കും എൻ്റെ കോട്ടയം നന്ദി. അതുപോലെ മുൻ മെമ്പർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം നേടാൻ പറ്റിയത്. ഇത്രയും വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഏത് രീതിയിലുള്ള ഒരു പ്രചരണ തന്ത്രങ്ങളെ രൂപീകരിച്ചിരിക്കുന്നത് ഇത്രയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്? ഓൾറെഡി ഞങ്ങളുടെ വാർഡ് വരുന്നത് ലീഗിന്റെ വാർഡാണ്. അതിലേക്ക് ഇപ്പോൾ പഞ്ചായത്ത് വിഭജനം നടന്നപ്പോൾ ലീഗിന്റെ ഒരുപാട് ഉണ്ട്. പിന്നെ ഞാന് ഓൾറെഡി വാർഡിലുള്ള എല്ലാവർക്കും നേരത്തെ സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടോ? ഞാൻ പാലിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ആളാണ്. ചെറിയ ചെറിയ ചാരിറ്റികൾ ചെയ്യുന്ന ആളാണ്. വനിതാ ലീഗിന്റെ പ്രവർത്തകയാണ്. നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു വനിതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ആളുകളുടെ ഇടയിൽ തന്നെ ഉള്ള ഒരാളായതുകൊണ്ട് എല്ലാവരും ആ ഒരു അംഗീകാരത്തോടെയാണ് ജയിച്ചതും അത്രയും സന്തോഷം. ഇന്ത്യയിലും കൂടുതൽ എന്റെ വാർഡിലുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാരാണ്. ഭയങ്കര സന്തോഷം. പ്രഥമ യോഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ചോദ്യം, നിങ്ങളുടെ വാർഡിൽ ഏറ്റവും ആദ്യമായി ചെയ്യാൻ എന്താണ്? വാർഡില് ചെറിയ ഇവിടുത്തെ പ്രശ്നങ്ങളും ലൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊരു വഹിക്കണം. എന്നാലും എനിക്ക് എന്റെ വാർഡില് ഞാൻ 5 കൊല്ലത്തിനുള്ളിൽ ഇറങ്ങണതിന് മുന്നായിട്ട് 12 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ലൈബ്രറി പിന്നെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കാൻ സന്തോഷം നടത്താനുള്ള ചെറിയൊരു കാര്യം. പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞ മക്കളൊക്കെ ഉണ്ടല്ലോ, ഒരു ജോലിയില്ലാതെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ഓപ്പൺ സ്പേസ് ആയിട്ട് ചെറിയൊരു ചെയ്യാനുള്ള താല്പര്യമില്ല. കയ്യുടെ പരമാവധി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചാത്തമംഗലം പഞ്ചായത്തിലേക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ കൂടെയുള്ളത് അജിത്ത് പന്നിക്കുഴിക്കര. നാർകുഴി 9ാം വാർഡിൽ നിന്നാണ് വിജയിച്ചിരിക്കുന്നത്. 125 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. കഴിഞ്ഞ ടൈമിലെ വിദ്യുത്ലതയായിരുന്നു BJP പ്രതിനിധീകരിച്ചുകൊണ്ട് ചാത്തമംഗലം പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാർകുഴി വാർഡ് CPM-ൽ നിന്നും പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? നമ്മളെ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ CPM അവിടെ ചില വികസന കാര്യങ്ങളിലൊക്കെ പിന്നോക്കം പോയത് കൊണ്ടും അത് നമ്മള് നല്ല രീതിയിൽ അവിടെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു. കുടിവെള്ള പ്രശ്നമാണ്, രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഒരു വാർഡാണ് വാർഡ് 9 നാർകുഴി. മാളികത്തട വിഭാഗങ്ങളിൽ എന്താ പറയാ, കുടിവെള്ളം വളരെ ദുർലഭമായിട്ട് ഒരു കിണറിൽ 10-30 കുടുംബങ്ങൾ ഒരുമിച്ച് വെള്ളം എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് അവിടെ. അവിടുന്ന് ഒരു 2-3 ആളുകൾ വെള്ളം എടുക്കുമ്പോഴത്തേക്ക് തന്നെ അത് വെള്ളം വറ്റുന്ന സ്ഥിതിയാണ് ഈ സമയങ്ങളിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ ഒരുക്കിയിരിക്കുന്നത്. അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. അടുത്ത് വരുന്ന പഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിങ്ങുകളിൽ അത് ശക്തമായി ഉന്നയിച്ച് അതിനൊരു ശാശ്വതമായ രീതിയിലുള്ള ഒരു പരിഹാരം, എല്ലാ വീടുകളിലും കുടിവെള്ളം നേരിട്ട് തന്നെ എത്തുന്ന രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.